എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു തകർപ്പൻ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതീവ രുചികരമായിട്ടുള്ള എന്നാലോ വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഇതെങ്ങനെ ഇത്ര ടേസ്റ്റായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കാമെന്നുള്ള വീഡിയോയാണ്. ഇതിൻ്റെ ടിപ്സുകളൊക്കെ വീഡിയോയിലുടനീളമുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോയാലോ. ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത്രയും മാത്രമാണ്. പിന്നെ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. 3/4 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ ആയിരിക്കുന്നത്. ഇതിപ്പോൾ ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/4 കിലോ അളവാണുള്ളത്. ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചുവന്ന എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം 2 പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് അടപ്പ് കത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഈ ചിരവി വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ അത് മിക്സിയിലിട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും 4-5 ചുവന്നുള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളമല്ല ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്, നല്ല കട്ടിയുള്ള തൈരാണ് ഒഴിക്കുന്നത്. തൈര് ഒഴിച്ചിട്ടാണ് തേങ്ങയും ചേർത്തിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഈ തൈരിന് നല്ല മീഡിയം പുളി ഉണ്ടാവണം കേട്ടോ, ഓവറും അല്ല ഒട്ടും ഇല്ലാതെ ഇരിക്കരുത്. അതായിരിക്കും കറിക്ക് ടേസ്റ്റ്. അപ്പോൾ ഈ തൈര് ചേർത്തിട്ട് ഞാൻ ഈ തേങ്ങ നല്ലപോലെ അരച്ചെടുക്കാൻ പോവാണ്. ആ സമയത്ത് നമ്മൾ മാമ്പഴം വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം അതിൻ്റെ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുക. അവിടെ അരയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട്. തേങ്ങയും തൈരും കുറച്ച് മസാലകളൊക്കെ കൂടി ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കറിയിലേക്ക് വെള്ളം കയറാതിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ മൂടി മാറ്റി വെക്കാം. ഏകദേശം ഒരു 7 മിനിറ്റിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. 1/2 കപ്പ് വെള്ളം മതിയാകും ഇതിന് ആവശ്യത്തിന്. അപ്പോൾ ഞാൻ ഈ 1/4 കിലോ മാങ്ങയുടെ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ അതനുസരിച്ച് കൂട്ടാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ അരപ്പും തൈരും ഒക്കെ കൂടി ചേർത്ത് അരച്ചത് ഇതിലേക്ക് പകർത്തി കൊടുക്കാം. തീ ഒന്ന് മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ ലോയിലോട്ടോ വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരപ്പിൽ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ മാമ്പഴത്തിലേക്ക് ചേർത്തത് കൊണ്ട് അരപ്പിലേക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നല്ല ഇളം മഞ്ഞ നിറത്തിലേക്ക് ഇത് വരും. ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കളറ്. അപ്പോൾ ഇതേ വിധത്തിൽ തന്നെ കിട്ടണം, ഓവർ വെള്ളവും ഉണ്ടാവരുത്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. ഈ സമയത്താണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. മാമ്പഴം വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കരുത്. കാരണം എന്താ പറഞ്ഞാൽ ആ മാമ്പഴത്തിൻ്റെ ഒരു നല്ല മധുരവും രുചിയും മണമൊക്കെ ഉണ്ട്. അപ്പോൾ ആ രുചി ഒന്ന് കുറയും. അതുകൊണ്ടാട്ടോ. ഇനി ഒരു അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഇടുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് വറുക്കാനിടുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചുവന്നുള്ളി ചെറുതായിട്ട് നൈസായിട്ട് മുറിച്ചത് 4-5 ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. അതൊരു ചെറിയ രീതിയിൽ മെറൂൺ ഷെയ്ഡിലേക്ക് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. തീ നന്നായിട്ട് ലോയിൽ വയ്ക്കുക, ഒട്ടും തന്നെ കരിച്ച് കളയരുത്. അതൊന്നും മുരിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില കൂടി ഇതിനകത്തേക്ക് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലേക്ക് നല്ല സ്വാദും കളറും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ലാസ്റ്റ് അത് ചെയ്ത് കൊടുക്കുക. തീ ഓഫ് ചെയ്ത ശേഷം മാത്രം 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഓഫാണ്, ഒട്ടും തന്നെ കരിച്ച് കളയരുത്. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരം ചേർക്കണം. അപ്പം ഞാൻ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമാണ്. പഞ്ചസാര ഇട്ടത് ഷൂട്ടായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ ആ ഒരു അളവിൽ തന്നെ ചേർക്കുക. നമ്മുടെ ഈ ചാറിന് വേണ്ടിയിട്ടാണ് നമുക്ക് മധുരം കിട്ടേണ്ടത്. മാമ്പഴത്തിന് നല്ല അസല് മധുരമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാമ്പഴം ഇട്ടപ്പോൾ മധുരം ഇടാതിരുന്നത്. നിങ്ങളുടെ മാമ്പഴത്തിന് പുളിയുണ്ട്, മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിത് അതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം നല്ല കറക്റ്റായിട്ട് എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പം മധുരവും പുളിയും എല്ലാം കറക്റ്റുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഗാർണിഷ് ചെയ്യാനുള്ള വറവിൽ എല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയും രുചിയും എല്ലാം ഒരുപോലെ വന്ന് ചേരും. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയും കളറും രുചി. നിങ്ങൾക്ക് ഇതുണ്ടാക്കി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അതീവ രുചികരമായിട്ടുള്ളതാണ്. നല്ല വെള്ള ചോറിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുത്താലുണ്ടല്ലോ വേറെ ഒരു കറിയും വേണ്ട.
ഇത് മാത്രം കൂട്ടി, ഈ ഒരു മാമ്പഴ പുളിശ്ശേരി മാത്രം കൂട്ടി ഒരു പ്ലേറ്റ് ചോറ് മുഴുവൻ ഉണ്ണാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതിനപ്പുറം നല്ലൊരു സ്മെല്ല്. ചന്ദ്രക്കാരൻ മാങ്ങയാണ് ഈ ഒരു അളവിലാട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് കറി, ഒരു ചെറിയൊരു ചട്ടിയിൽ നിറയെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, എന്നിട്ടൊന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള തകർപ്പൻ വീഡിയോസുമായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കോ. അപ്പോൾ ഇനിയും തുടർന്നും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് നന്ദി. ഇനിയും തകർപ്പൻ വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.